നാട്ടിൽ വീടിനടുത്തുള്ള മായേക്ഷിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ് വീരമണിയുടെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് തുടങ്ങുന്ന അസാധ്യമായ വൈബുള്ള ഒരു ഭക്തിഗാനം. ആ പാട്ട് അത്രയും പോപ്പുലർ ആയതുകൊണ്ട് മാത്രമല്ല, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാരഡി ഒരു ഇലക്ഷൻ ട്രെൻഡ് രാഷ്ട്രീയഗാനമായി പരിണമിച്ചതും കുട്ടികളടക്കം അത് പാടിക്കൊണ്ട് നടക്കുന്നതും അത്രയും ആഴത്തിൽ ഇതുവരെ കാണാത്ത ഒരു ക്ഷേത്രവഞ്ചന കേരളത്തിന്റെ മനസാക്ഷി ആഴത്തിൽ മുറിവേറ്റത് കൊണ്ടുകൂടിയാണ്. ഒരുപാട് തവണ പറഞ്ഞതുപോലെ അയ്യപ്പനെ വിറ്റും ദുഷ്ടസാമ്രാജ്യങ്ങൾക്ക് അടിത്തറവാകുന്ന വിശ്വാസം തൊട്ടുതീണ്ടിയിട്ടില്ലാത്തൊരു കാട്ടുകള്ളൻ കാട്ടൽ അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി ഏതോ ഒരു ഗോവർദ്ധന് വിറ്റ് കാശ് വാങ്ങിയെന്നൊരു കേവല കവർച്ചാ കേസല്ലത് ഹൈന്ദവ സഹോദരങ്ങളെ മാത്രമല്ല, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം മതേതര ശരീരത്തിന് നെഞ്ചിൽ കുത്തിയിറക്കിയ ഒരു വഞ്ചനയുടെ കടാരപ്പിടിയാണ്. മാപ്പർഹിക്കാത്ത പാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ, മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് SIT ആരോപിക്കുന്ന ഒരാൾ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്താണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പത്മകുമാർ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് ആർജവത്തിൽ പറയാൻ ഇന്നും പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ലെങ്കിൽ ആ തത്താപുത്ത നിലപാടിന് ജനം ഒരുങ്ങി വെച്ച് ഓങ്ങിയടിച്ചടിയാണ് മൂർധാവിൽ ഒന്നാം പരാജയപാഠം. അന്നേ പറയുന്നതാണ് അധികാരം, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇടതു രാഷ്ട്രീയം കഴുത്താർത്ത നയങ്ങൾ, നയമാറ്റങ്ങൾ, പ്രീണനങ്ങൾ, വർഗീയക്കളി, അകാലത്തിലെ അന്തകവിത്തുകൾ. ആ ലോക്സഭയ്ക്ക് മുൻപ് ലക്ഷ്യം ന്യൂനപക്ഷ ധ്രുവീകരണം, ഞങ്ങൾ സദ്ദാമിനൊപ്പം നിങ്ങൾ ആർക്കൊപ്പം എന്ന പഴയ ഫോർമാറ്റിൽ കവലകളിൽ പൗരത്വം, പാലസ്തീൻ, അടപടലം, ആ ചീട്ടുകീറിയ തിരിച്ചറിവിന് ദ വെരി സെയിം സെക്കൻഡ് ഇറക്കി അടുത്ത ചീട്ട് ലക്ഷ്യം ഭൂരിപക്ഷ ധ്രുവീകരണം. ജമാഅത്തെ ഇസ്ലാമി വാ തുറന്നാൽ കാളകൂട വർഗീയത ആഞ്ഞു പറയുന്ന ഒരു നേതാവിനെ കെട്ടിപ്പിടിക്കൽ, കെട്ടിയെഴുന്നള്ളിക്കൽ. ആ വെള്ളാപ്പള്ളി പിന്തുണച്ച് ഏതെങ്കിലും ഒരു മുന്നണി, ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും കാലത്ത് ജയിച്ച ചരിത്രം കാണിച്ചു തരാവോ? ജനം നട്ടപ്രാന്തെടുത്ത് നിന്ന കാലത്ത് ഇന്ധന പിടിച്ചു പറയും. കൂട്ടിയ കരങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടടച്ച വീട്ടമ്മമാർ ആ പെൻഷൻ കിട്ടിയപ്പോഴേക്കും മയങ്ങി വീണ് ബീഹാർ മോഡൽ വോട്ടെന്ന മൗഢ്യം മൂന്നാം പരാജയപാഠം. ആ പാഠങ്ങൾ അത്രയും നക്ഷത്രം പോലെ നിൽക്കുമ്പോഴും താഴെ തട്ട് തൊട്ട് അങ്ങ് കോർപ്പറേഷൻ വരെ ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് കോട്ടകൾ കടപുഴക്കി ആഞ്ഞടിച്ചു വീണിട്ടും പാർട്ടിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ, തോറ്റുവന്ന് സമ്മതിക്കാനാവാത്ത ഒഡാസിറ്റിയെങ്കിൽ, തിരുത്തിന് തയ്യാറല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നല്ല കാലം, സതീശന്റെ വിജയരാശി.